നമസ്കാരം. റിപ്പോർട്ടർ ടി വിയിലെ അരുൺകുമാർ കെ, മൊട്ട അരുണെന്ന് വിമർശകരും ട്രോളന്മാരും വിഖ്യാതനാക്കിയ നമ്മുടെ മരംവെട്ട് മുതലാളിയുടെ ചാനലിലുള്ള അരുൺകുമാർ കെ പ്രേക്ഷകർക്കെല്ലാം സുപരിചിതനാണ്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വാർത്ത പ്രേക്ഷകരുടെ മുമ്പിലെത്തിച്ചു. അദ്ദേഹം ആ വാർത്ത എത്തിക്കുമ്പോൾ അതിൻ്റെ ആദ്യം പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പൊതുവെ വ്യാജ വാർത്തയായിരിക്കും എന്നുള്ളൊരു മുൻധാരണയോടുകൂടിയാണ്. കാരണം ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ മനഃപൂർവ്വവും അല്ലാതെയും അവതരിപ്പിക്കുന്നതിൽ ഒരു ലോക റെക്കോർഡുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ എത്തേണ്ട ഒരു വ്യക്തിയാണ് താനെന്ന് നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, ഒരു പത്രത്തിൽ വന്ന മുൻ പേജ് പരസ്യം ഒരു വാർത്തയാക്കി ഡിജിറ്റൽ കറൻസിയായ എല്ലാം ആകുവാൻ പോകുന്നു, നോട്ടുകൾ ഇല്ലാതാകാൻ പോകുന്നു എന്നുള്ള വാർത്ത വളരെയധികം ആത്മവിശ്വാസത്തോടുകൂടി പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം അതിന് ഖേദപ്രകടനമൊന്നും നടത്തിയതായി ഞാൻ കണ്ടിട്ടില്ല. ഖേദപ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ടൊരു മാധ്യമപ്രവർത്തകന് വേണ്ട ഒരു ഗുണം എന്നുള്ളത് ഏതെങ്കിലും ഒരു വാർത്ത മുന്നിൽ വരുമ്പോൾ അതിൻ്റെ ഒരു സ്ഥിരീകരണം നടത്തുക എന്നുള്ള ഏറ്റവും കുറഞ്ഞ ഒരു ഡ്യൂ ഡെലിജൻസ് എന്ന് പറയുന്നത്. ആ ഡ്യൂ ഡെലിജൻസ് പോലും നടത്തുവാനുള്ളൊരു ക്ഷമയോ അല്ലെങ്കിൽ അതിനുള്ളൊരു കഴിവോ അദ്ദേഹത്തിന് ഇല്ല എന്ന് അദ്ദേഹം നിരന്തരം തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക വാർത്തകൾ വരുമ്പോൾ അത് വ്യാജമാകാനുള്ള സാധ്യതകളാണ് കൂടുതലെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർക്ക് തന്നെ, സ്ഥിരം പ്രേക്ഷകർക്ക് പോലും ഇപ്പോൾ അറിയാവുന്ന അവസ്ഥയാണ്. അത്തരത്തിലൊരു വ്യാജ വാർത്തയുമായി കഴിഞ്ഞ ദിവസം അരുൺകുമാർ കെ എന്ന മൊട്ട അരുൺ പ്രേക്ഷകരുടെ മുൻപിലെത്തിയിരുന്നു. അതിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം പ്രചാരം നേടി ചുറ്റിക്കറങ്ങുകയാണ്. പ്രചാരം നേടുന്നതിൻ്റെ കാരണം ആ വാർത്തയുടെ ഒരു പ്രാധാന്യമല്ല, അത് വ്യാജമാണെന്നുള്ള കാര്യം തന്നെയാണ്. ആരെ പ്രതിയാണ് ആ വ്യാജ വാർത്ത ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായിട്ട് അരുൺകുമാറിന് ഇടതുപക്ഷ ചായ്വുണ്ട് എന്നാണ് പൊതുവെ പ്രേക്ഷകർ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അരുൺകുമാറിന് പ്രത്യേകിച്ച് അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയമൊക്കെ കാണും അദ്ദേഹത്തിന്. പക്ഷേ മാധ്യമപ്രവർത്തനത്തിൽ തകനായി മുന്നിൽ വരുമ്പോൾ, മുൻപ് അധ്യാപകനായിരുന്നു എന്ന് പറയപ്പെടുന്നു ആ വിദ്യാർത്ഥികളുടെ ഗതികേട്, മാധ്യമപ്രവർത്തകനായി അദ്ദേഹം അവതരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻപിലുള്ള ലക്ഷ്യം റേറ്റിംഗ് മാത്രമാണ്. അതിന് യാതൊരു സംശയവും വേണ്ട, അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. അതിന് കേരളത്തിൽ അദ്ദേഹം ഇപ്പോൾ കണ്ടിരിക്കുന്ന മാർഗം RSSകാരെയും നരേന്ദ്രമോദിയും നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കാരണം അതിന് താല്പര്യമുള്ളവരെക്കാൾ, അത്തരത്തിലുള്ള വാർത്തകളോട് താല്പര്യമുള്ളവരെക്കാൾ അതിന് താല്പര്യമില്ലാത്തവർ ആ വാർത്തകൾ കാണുകയും അത് വിമർശിക്കുവാനായി ഉപയോഗിക്കുകയും ചെയ്യുമെന്നുള്ള വളരെ ലളിതമായൊരു തന്ത്രമാണ് ഈ ക്ലിക്ക് ബൈറ്റ് എന്ന് പറയുന്നത്. ഒരു ഇട്ടെടുക്കുക എന്ന് പറയില്ല, ഇരയിട്ട് മീൻ പിടിക്കുക എന്ന് പറയുന്നു, അത് തന്നെ സാധനം. ആ രീതിയിലുള്ളൊരു മാധ്യമ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ RSSകാരെ വിമർശിക്കുക, നരേന്ദ്രമോദിയെ വിമർശിക്കുക, ഇതാണ് അദ്ദേഹത്തിൻ്റെ RSSകാർ, നരേന്ദ്രമോദി, ഫാഷിസം, ഗർഭിണി, ഭ്രൂണം, ശൂലം, ഇതാണ് രീതി. ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന അദ്ദേഹം RSSകാരെ കുറിച്ചൊരു വാർത്ത കിട്ടിയില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ ചാടി വീണു. അടിസ്ഥാനപരമായിട്ട് കൊല്ലം കടവൂരിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ളൊരു ക്ഷേത്രഭൂമിയിൽ കെട്ടിയിരുന്നൊരു കൊടി, ബ്രസീലിൻ്റെ കൊടി, RSSകാർ ആ കൊടി കെട്ടിയവരെ കൊണ്ട് തന്നെ അഴിപ്പിച്ചു. ഫാഷിസമാണ്, RSSകാരെന്തൊരു മണ്ടന്മാരാണ്. ഇത് അടിസ്ഥാനപരമായിട്ട് ജിഹാദികൾ മുന്നോട്ട് വയ്ക്കുന്നൊരു ആഖ്യാനമാണ്. കാരണം RSSൽ പ്രവർത്തിക്കുന്നവരെല്ലാം ബുദ്ധിയില്ലാത്തവരാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അവരുടെ സ്വാതന്ത്ര്യം, അവരത് ചെയ്യട്ടെ. RSSൻ്റേതായിട്ടുള്ള വഴിയെ പോകും. അത് തിരിച്ചറിയുന്ന ജനങ്ങൾ ഓരോ കാലത്തും അതിൻ്റേതായിട്ടുള്ള പ്രതികരണം ജിഹാദികൾക്കും നൽകും, അതിൻ്റേതായിട്ടുള്ള പുരസ്കാരം RSSനും നൽകും, അല്ലെങ്കിൽ RSSൻ്റെ അവാന്തര വിഭാഗമായ രാഷ്ട്രീയ കക്ഷിയായ BJPക്കും നൽകും. ഇത് കാലത്തിൻ്റെ ഒരു സത്യമാണ്. പക്ഷേ കേരളത്തിൽ RSSകാരെ മണ്ടന്മാരായി ചിത്രീകരിക്കുവാൻ ഞാൻ ഇറങ്ങിയിരിക്കുന്നു, എൻ്റെ കയ്യിലൊരു വാർത്തയുണ്ട് എന്നുള്ള തരത്തിൽ ഈ മൊട്ട അരുൺ മുന്നിട്ടിറങ്ങുകയും നിമിഷങ്ങൾ കൊണ്ട് തന്നെ ആ വാർത്തയുടെ സത്യാവസ്ഥ പുറത്തു വരികയും ചെയ്തു. സംഭവം മറ്റൊന്നുമല്ല, ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ഭൂമികളിൽ രാഷ്ട്രീയ കക്ഷികളുടെയോ സാമുദായിക സംഘടനകളുടെയോ, അതായത് ദേവസ്വം ബോർഡുമായി നേരിട്ട് ബന്ധമൊന്നുമില്ലാത്ത, ദേവസ്വം ബോർഡുമായിട്ടെന്ന് പറഞ്ഞാൽ ക്ഷേത്രവുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ലാത്ത യാതൊരു വിധ കൊടികളോ തോരണങ്ങളോ ഫ്ലെക്സുകളോ ഒന്നും വയ്ക്കുവാൻ പാടില്ല എന്ന നിയമമുണ്ട്. ആ നിയമം പാലിക്കുവാനുള്ള കർശനമായ നിർദ്ദേശം ഇപ്പോൾ എല്ലാ അധികൃതർക്കും ലഭിച്ചിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ പോലീസിൻ്റെ സഹായം തേടി തന്നെ അത്തരം നിയമം കർശനമായി നടപ്പാക്കണമെന്നുള്ളൊരു നിർദ്ദേശവും നിലവിലുണ്ട്. അതിൻ്റെ ഭാഗമായി പോലീസുകാരാണ് ആ കൊടി കെട്ടിയ വ്യക്തികളെ കൊണ്ട് തന്നെ ആ കൊടി അഴിപ്പിച്ചത്. ആ വ്യക്തികൾ തന്നെ അത്
സാമൂഹ്യ മാധ്യമങ്ങളിൽ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ അരുണിൻ്റെ വ്യാജ വാർത്ത പൊളിഞ്ഞു വീഴുന്നത്. ഇത്തരത്തിലുള്ള വ്യാജ വാർത്ത പൊളിഞ്ഞു വീഴുമ്പോൾ ഈ കഴിഞ്ഞ ദിവസമല്ല, കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ധനുഷ് ദേവൻ്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം ഒരു സംഭവം പറയുകയുണ്ടായി. കണ്ണൂരിൽ മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഭരണമാണ്. അവിടെ ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഭൂമികളിൽ ഈ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് വെച്ചിരിക്കുന്ന കൊടിതോരണങ്ങളും ഫ്ലെക്സുകളും എല്ലാം 3 ദിവസങ്ങൾക്കുള്ളിൽ നീക്കം ചെയ്യണം. അല്ലെങ്കിൽ പഞ്ചായത്ത് സ്വന്തം ചെലവിൽ അത് നീക്കം ചെയ്ത് ഈ ഫ്ലെക്സുകൾ വെച്ച വ്യക്തികളിൽ നിന്ന് അതിൻ്റെ ആ ഒരു പണം ഈടാക്കും എന്നുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മാട്ടൂൽ എന്നത് കണ്ണൂരുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്, കണ്ണൂർ താലൂക്കിലുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. അവിടെ ഭരണം മുസ്ലിം ലീഗിൻ്റെയാണ്. ഇത്രയും വിവരങ്ങൾ പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഈ സംഭവം എന്തായാലും അരുൺ എടുക്കില്ല. അതിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ന്യായം പറയാം. ഇത് ഔദ്യോഗികമായിട്ട് ഒരു നിയമപരമായിട്ടുള്ള അറിയിപ്പല്ലേ. അത്തരത്തിൽ നിയമപരമായിട്ടുള്ള ഒരു അറിയിപ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. ഇനി മാട്ടൂലിലേക്കൊന്ന് തിരിച്ചു വന്നാൽ, അരുൺ നിയമപരമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് എന്നുള്ള വ്യാജേന അല്ലെങ്കിൽ ആ ഒരു ഉപാധി മുൻനിർത്തി ഇത്തരത്തിലുള്ളൊരു സംഭവം ഫാഷിസമാണ് എന്ന് പ്രേക്ഷകരുടെ മുൻപിൽ കുരച്ചുകൊണ്ട് അവതരിപ്പിക്കാത്തതിൻ്റെ ഏക കാരണം എന്താണെന്നറിയാമോ? അടിസ്ഥാനപരമായിട്ട് അവിടെ ഭരിക്കുന്നത് മുസ്ലിം ലീഗ് ആണെന്നുള്ളത് കൊണ്ടാണ്. തന്നെയുമല്ല, ഇത്തരത്തിൽ ഫ്ലെക്സുകൾ മാറ്റാൻ പറയുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൂമികളെല്ലാം സുരക്ഷിതമായും ശുദ്ധമായും സൂക്ഷിക്കുവാനുള്ള മുസ്ലിം ലീഗിൻ്റെ ഒരു ത്വര കൊണ്ടല്ല എന്നുള്ളതും മറ്റാർക്കറിഞ്ഞില്ലെങ്കിലും അരുണിനറിയാം എന്നുള്ളത് കൊണ്ടാണ്. അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ ഈ ഫ്ലെക്സുകളും കൊടിതോരണങ്ങളും എല്ലാം മാറ്റുവാനായിട്ട് ഗ്രാമപഞ്ചായത്ത് തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം പ്രേക്ഷകർക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. അറിയില്ലെങ്കിലും അറിയാമെങ്കിലും പറഞ്ഞു തരാം. കൃത്യമായിട്ട് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫ്ലെക്സുകളും ബാനറുകളും വരുവാൻ സാധ്യതയുള്ളത് 3 രാജ്യങ്ങൾക്കാണ് ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട്: അർജൻറ്റീന, ബ്രസീൽ, പോർച്ചുഗലുമായിട്ട് വരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകരുള്ള വ്യക്തികൾ. അത് ഏറ്റവും കൂടുതൽ വരുന്ന അർജൻറ്റീനയ്ക്കും ബ്രസീലിനുമായിരിക്കും. അതിൽ തന്നെ അർജൻറ്റീനയ്ക്ക് ഒരു പടി മുന്നിലായിരിക്കും ആരാധകർ കൂടുതൽ. അത്തരത്തിലുള്ള ഫ്ലെക്സുകൾ ഇപ്പോൾ വയ്ക്കുന്നത് അടിസ്ഥാനപരമായിട്ട് മുസ്ലിം ലീഗുകാർക്കും ജിഹാദികൾക്കും സഹിക്കില്ല. കാരണം മെസ്സി ഉൾപ്പെടെയുള്ളവർ ജെറുസലേമിൽ ജൂതത്തൊപ്പിയും വെച്ച് ജെറുസലേമിലെ ആരാധനാലയത്തിൽ, അവർ അൽ അക്സ എന്ന് വിളിക്കുന്ന ആരാധനാലയത്തിൽ പോയി ജൂതന്മാരുടെ മതിലിൽ തല തൊട്ട് വണങ്ങുകയും ജൂതാചാരങ്ങൾ പിന്തുടരുകയും ചെയ്തു എന്നുള്ളത് അവരെ സംബന്ധിച്ച് സഹിക്കുവാൻ സാധിക്കുന്നതിനും അപ്പുറമാണ്. അതിനും അപ്പുറത്തേക്ക് ഇസ്രായേലിനൊപ്പമായിരുന്നു എല്ലാ കാലത്തും അർജൻറ്റീന നിലയുറപ്പിച്ചിരുന്നത് രാഷ്ട്രീയപരമായി. പരസ്യമായി തന്നെ ഗാസയിൽ ഇസ്രായേൽ പ്രതികാര നടപടികൾ തുടങ്ങിയപ്പോൾ അതിനെ അനുകൂലിക്കുന്ന നിലപാടാണ് അർജൻറ്റീന എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ്റെ ഫ്ലെക്സുകൾ വെച്ചാൽ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ, പക്ഷേ അത് പരസ്യമായി പറയാൻ സാധിക്കില്ലല്ലോ, ഒരു ഔദ്യോഗിക രേഖയിൽ എഴുതുവാൻ സാധിക്കില്ലല്ലോ. ഇറാൻ്റെ ഫ്ലെക്സ് വേണമെങ്കിൽ വെച്ചോളൂ, മറ്റ് ഫ്ലെക്സുകളൊന്നും വയ്ക്കാൻ പാടില്ല, മറ്റ് കൊടികളോ തോരണങ്ങളോ തൂക്കാൻ പാടില്ല എന്ന് ഔദ്യോഗികമായി എഴുതി മുന്നറിയിപ്പ് നൽകിയൊരു ഉത്തരവിറക്കുവാനുള്ള സമയമായിട്ടില്ല. കാരണം ശരിയാ നിയമം പൂർണ്ണമായിട്ട് നടപ്പാക്കപ്പെട്ടിട്ടില്ലല്ലോ. ഇപ്പോൾ തന്നെ തുർക്കി തൊപ്പി ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥയിലേക്കും അള്ളാഹുവിനെ വിട്ടിട്ട് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ഒരവസ്ഥയിലേക്കും മുസ്ലിം ലീഗ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഔദ്യോഗികമായിട്ട് ആരും വയ്ക്കേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഇറാൻ്റെ ഫ്ലെക്സ് അവിടെ ആരും വയ്ക്കാറില്ല, പക്ഷേ അർജൻറ്റീനയുടെ ഫ്ലെക്സ് എന്തായാലും വയ്ക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഈ തീരുമാനമെടുത്തത്. അത് മറ്റാർക്കറിയില്ലെങ്കിലും അരുണിനറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ വിഷയം അദ്ദേഹം ചർച്ചയാക്കാത്തതും. പിന്നെ RSS മോദി എന്നുള്ളതിന് എപ്പോഴും ഒരു പ്രേക്ഷക മൂല്യമുണ്ട്, പ്രേക്ഷകരുടെ മുൻപിൽ ഒരു കാഴ്ചാ മൂല്യമുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിനറിയാം. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം ക്ലിക്ക് ബൈറ്റ് ഉണ്ടാക്കി മുതലാളിയെ സേവിക്കുക എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ ഞാൻ അനുമോദിക്കുന്നു എന്ന് പറയാതെ വയ്യ. കാരണം 24 ചാനലിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് എല്ലാ ദിവസവും ഈ മരംവെട്ട് കേസ് വിവാദമായ വേളയിലെല്ലാം എല്ലാ ദിവസവും അല്ലെങ്കിൽ ഓരോ നിമിഷവും ഈ മരംവെട്ട് മുതലാളിയെ ആൻഡ്രോ അഗസ്റ്റിനെ ട്രീ കട്ടറെന്നോ അങ്ങനെയുള്ള പല പേരുകളും വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ട് തന്നെ വാർത്ത വായിച്ചിരുന്ന ഒരു വ്യക്തിയാണ് മൊട്ടയരുൺ. ഇന്ന് അദ്ദേഹം വിനീത വിധേയനായി ട്രീ കട്ടർ ചാനൽ ആൻഡ്രോ അഗസ്റ്റിന് കീഴിൽ ജോലി ചെയ്യുന്നു. അത്തരത്തിലൊരു വിലയ്ക്ക് വാങ്ങൽ നടത്തിയ ആൻഡ്രോ അഗസ്റ്റിൻ്റെ ആ ഒരു ധൈര്യത്തെ എന്നല്ല, ആ ഒരു ഈഗോ ഉണ്ടല്ലോ, എന്നെ അസഭ്യം പറഞ്ഞവനെ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ പാദസേവ ചെയ്യിപ്പിക്കുമെന്നുള്ള ആ ഒരു ഈഗോ ഉണ്ടല്ലോ അദ്ദേഹത്തിന്, അതും ഞാൻ അംഗീകരിക്കുന്നു. എന്തായാലും മൊട്ട തുടരട്ടെ, വ്യാജ പ്രചരണങ്ങളുമായി വ്യാജ വാർത്തകളുമായി പൊളിച്ചെടുക്കുന്ന രീതി നമുക്കും തുടരാം, നമുക്ക് ചിരിക്കാം. മൊട്ട ആദ്യമേ പറയുന്നത് ഇത് കണ്ടൊന്ന് ചിരിക്കൂ എന്നാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. പക്ഷേ മൊട്ട ഉദ്ദേശിച്ച കാര്യത്തിന് അല്ല ആ ചിരി എന്നുള്ളതാണ് മൊട്ടയെ പ്രതി
ഒരു ദുഃഖകരമായ കാര്യം. പക്ഷേ മൊട്ടയരുണിനെ സംബന്ധിച്ച് അത് ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമൊന്നും ആയിരിക്കില്ല. കാരണം അദ്ദേഹത്തിന് ഈ അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതാപരമായിട്ടുള്ള തെറ്റുണ്ടെങ്കിൽ അത് പ്രേക്ഷകർ ചിലപ്പോഴൊക്കെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. വീഡിയോയിൽ തിരുത്തുവാൻ സാധിക്കുമെങ്കിൽ ഞാനത് തിരുത്താറുമുണ്ട്. ഞാൻ മാത്രമല്ല, തത്വമയി ന്യൂസ് പൊതുവെ പിന്തുടരുന്നൊരു പ്രവർത്തന രീതി അതാണ്. തന്നെയുമല്ല, കമൻറ്റുകളിൽ ആ ഒരു ഖേദപ്രകടനം നടത്താറുമുണ്ട്. ആദ്യത്തെ കമൻറ്റായി ചിലപ്പോഴൊക്കെ പിൻഡ് കമൻറ്റായി തന്നെ അത് വയ്ക്കാറുണ്ട്. ഒരു വസ്തുതാപരമായിട്ടുള്ള എന്തെങ്കിലും പിശക് അറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് വസ്തുതാപരമായ പിശകിന് വേണ്ടിയിട്ടാണ്. മനഃപൂർവ്വം വരുത്തുന്ന തെറ്റുകൾക്ക് ഖേദപ്രകടനം നടത്തുക എന്നുള്ളത് ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല എന്നുള്ള ഇത് സത്യം. അതിനുമപ്പുറത്തേക്ക് നാണവും മാനവും ഉള്ളവനല്ലേ ഒരു ഖേദപ്രകടനം നടത്തുവാനുള്ള ഒരു മനസ്സെങ്കിലും വരികയുള്ളൂ. കാരണം ഞാനൊരു വ്യാജ വാർത്ത പ്രക്ഷേപണം ചെയ്തു, അല്ലെങ്കിൽ വ്യാജ വാർത്ത പ്രേക്ഷകരെ അറിയിച്ചു, അത് പൊളിഞ്ഞടുങ്ങി, ഞാൻ നാണം കെട്ടു, ഖേദപ്രകടനം നടത്തിയെങ്കിലും ഇതിൽ നിന്ന് തടിയൂരാം എന്നുള്ളത് ഈ പറഞ്ഞ നാണവും മാനവും ഉണ്ടെങ്കിലല്ലേ സംഭവിക്കൂ. അത് സംഭവിക്കുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുകയേ വേണ്ട. മൊട്ടയരുൺ വീണ്ടും വ്യാജ വാർത്തകളുമായി വരും. പൊളിച്ചടുക്കുവാൻ നമ്മളും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും. ഈ വിഷയത്തിൽ സംവാദങ്ങൾ തുടരട്ടെ. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.